ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിൽ പലരും എന്നോട് വന്ന് പറയുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വീഡിയോ കയറി പോകുന്നില്ല. യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റിംഗ്സ് വീഡിയോയുടെ താഴെ ആ സെറ്റിംഗ്സിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോയുടെ താഴെ കമന്റ് കണ്ടു, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇതൊന്നും ചെയ്താലും വീഡിയോ കയറി പോകത്തില്ല. പക്ഷെ അങ്ങനല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഈ വക സെറ്റിംഗ്സ് കൊടുത്താലേ നമ്മുടെ വീഡിയോ കയറി പോകത്തുള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അന്നേരം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് നിങ്ങളുടെ വീഡിയോ കയറി പോയില്ല എന്നുള്ളത്. അപ്പൊ അതിനു മുന്നേ കഴിഞ്ഞ വീഡിയോ, അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ഒത്തിരി പേര്, 16,000 പേരോളം കണ്ട ആ വീഡിയോ. താങ്ക് യു സോ മച്ച്. എന്നോട് പലരും പറഞ്ഞു ഈ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ, എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ച് കംഫർട്ട്, അതുകൊണ്ട് ക്ഷമിക്കുക കേട്ടോ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ പലരും വീഡിയോസ് ചെയ്യുന്നുണ്ട്, ആളുകൾ ചിലരുടെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും സബ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കമന്റ് വരുന്നുണ്ട്. 1,000-2,000 പേര് കാണുന്നു, നിങ്ങളെ ആരും അങ്ങനെ സബ് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ കാരണം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, എപ്പോഴും ക്ഷീണമില്ല നിങ്ങൾക്ക് എപ്പോഴും ഉറങ്ങാൻ തോന്നുന്നില്ലേ എന്ന്. അപ്പൊ ഞാനത് എനിക്ക് ആ ഡോക്ടറിന്റെ, ഞാൻ അതിനല്ലല്ലോ ഫോൺ എടുത്തതെന്ന് ഓർത്ത് ഞാൻ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ എനിക്ക് ഒരു ആ ചോദ്യം എൻ്റെ തലച്ചോറിൽ ഇങ്ങനെ കിടക്കുക. എനിക്ക് സ്ഥിരമായിട്ട് അങ്ങനെ പ്രശ്നമുണ്ട്, ഈ ഉറക്കം വരുന്ന പ്രശ്നമുണ്ടേ. അപ്പൊ എനിക്ക് ഇത് എന്നാന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി അന്നേരം വന്നു. അപ്പൊ ഞാൻ നിങ്ങളോടും പറയുന്നതാണ്, നിങ്ങൾ വീഡിയോസ് തുടങ്ങുമ്പോൾ ആ വീഡിയോയിലേക്ക് ആള് കടക്കുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ നിങ്ങൾ കാര്യത്തിലേക്ക് കടക്കണം. നിങ്ങളുടെ പലരുടെയും വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ഭയങ്കര ലാഗാണ്. 1 മിനിറ്റിലേക്ക് മാത്രം ആൾക്കാർക്ക്, അത് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അറ്റൻഷൻ സ്പാൻ കുറവാണ്. ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ ഈ ഷോർട്ട് വീഡിയോസ് സ്ക്രോൾ ചെയ്ത് പോകുന്ന, അവർക്ക് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ എങ്ങനെ, അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒന്നെങ്കിൽ അവരെ ചിന്തിപ്പിക്കണം, ചിരിപ്പിക്കണം, കരയിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യം നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളുണ്ടോ നിങ്ങളുടെ വീഡിയോയിൽ അതുണ്ടോ? അപ്പം നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതെന്ന് ഓർക്കും, നിങ്ങളൊരു ഡോക്ടർ ആയിക്കോട്ടെ, നിങ്ങളൊരു എഡ്യൂക്കേറ്റർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ വീഡിയോയിൽ ആ ഒരു നിങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ആണ് ഈ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നവരെ കൂടുതലായിട്ടും കാണുന്നത്, ലോങ് വീഡിയോ പോലല്ല. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ എന്നെ ക്ഷമയോടെ കുറച്ചു നേരം കേട്ടിരിക്കുക, എന്നെ നിങ്ങൾക്ക് അറിയാം കുറച്ച് പേർക്കെങ്കിലും. പക്ഷേ ഷോർട്ട് വീഡിയോയിലേക്ക് ഞാൻ വന്നു കഴിയുമ്പോൾ എന്നെ പലർക്കും അറിയത്തില്ല. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൽ ഞാൻ ചാടിക്കയറി അവരോട് ചോദിക്കണം, നിങ്ങളുടെ ഷോർട്ട് വീഡിയോ കയറി പോകുന്നില്ലല്ലേ, അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അന്നേരം ആ യൂട്യൂബ് ചാനലുള്ളവരെല്ലാം അവിടെ ഇരിക്കും അത് കേൾക്കാനല്ലേ. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ആ 1 സെക്കൻഡിൽ തന്നെ ഒരു ചോദ്യമോ ഒരു സസ്പെൻസോ അല്ലെ നിങ്ങളുടെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്നുള്ളത് ഫസ്റ്റേ പറയണം. ഓക്കെ, അതാണ് ഷോർട്ട് വീഡിയോയുടെ സ്വഭാവം. നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ഇങ്ങനെ പറയാം, ഈ 2 സവോള വെച്ച് ഞാനിന്ന് എൻ്റെ വീട്ടിൽ വേറെ പച്ചക്കറിയിൽ 2 സവോള വെച്ച് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ ഇരിക്കാൻ മാത്രമേ, നമ്മൾ കുറച്ച് തമാശയുള്ള വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് നമ്മൾ അതൊന്ന് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ സാധനങ്ങളൊക്കെ ഫ്ലോപ്പ് ആയിരിക്കും ചിലപ്പം. എന്നാൽ പോലും നമുക്ക് വേണം, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു സാധനം കരിഞ്ഞതുണ്ടോ, എൻ്റെ ഈ കേക്ക് കരിഞ്ഞു പോയി, എങ്ങനെയാണെന്നറിയാമോ, ഞാനൊരു സാധനം ചേർത്തതാ എന്ന് പറഞ്ഞപ്പോൾ ആ കരിഞ്ഞ കേക്ക് കാണാനും നിങ്ങളുടെ കൂടുതൽ അബദ്ധങ്ങൾ കാണാനും ആൾക്കാർ വരികയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. കാരണം ആൾക്കാർക്ക് എന്റർടൈൻ ചെയ്ത് അവരുടെ നിത്യജീവിതത്തിലെ ചിന്തകളിൽ നിന്ന് കുറച്ചു നേരം മാറി നിൽക്കാൻ വേണ്ടി കൂടിയാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ വീഡിയോയിലേക്ക് കടക്കുന്ന ആ 1 സെക്കൻഡിൽ തന്നെ ആളുകളെ പിടിച്ചിരുത്തുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടാവണം. ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കുക, സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യാം. അതിപ്പോ ക്രാഫ്റ്റ് വീഡിയോ ആണെങ്കിലും ഓക്കെ. പിന്നെ രണ്ടാമത്, നിങ്ങളുടെ പലരുടെയും കുക്കിംഗ് വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, നിങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഉണ്ടല്ലോ, നിങ്ങൾ വലിയ ഒരു പാത്രത്തിനകത്ത് നിങ്ങളത് വിളമ്പുന്നത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ എങ്ങനെയാന്ന്. ഒരു വലിയ പാത്രത്തിൽ കുറെ ചോറ്, ഇച്ചിരി കറിയും, അങ്ങനെയൊക്കെ ചിലർ ചെയ്തിട്ട് ഞാനൊരു എഡിറ്റിംഗ് ക്ലാസ് നടത്തുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ വീഡിയോ ഒക്കെ സെൻഡ് ചെയ്തു ആൾക്കാര്. അന്നേരം നോക്കുമ്പോൾ എനിക്കറിയാം ഓരോരുത്തരും ഓരോ ജീവിത സാഹചര്യത്തിൽ നിന്ന് വരും, അവരുടെ വീട്ടിൽ ഒരുപാട് എന്നാലും ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്കത് തിന്നാനല്ലല്ലോ എടുക്കുന്നത്, നമ്മൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയല്ലേ എടുക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കണം ചെറിയ പ്ലേറ്റിൽ, അപ്പൊ നിങ്ങൾ എടുക്കണം ചെറിയ പ്ലേറ്റിൽ കൂടുതൽ സാധനങ്ങൾ എടുക്കണം. അപ്പൊ അത് നിറഞ്ഞു നിൽക്കണം, കളർഫുൾ ആയിരിക്കണം, കാണുന്നവർക്ക് കൊതി വരണം. കുക്കിംഗ് വീഡിയോ കാണുന്ന ഈ 2026 കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് വീഡിയോസ് കാണുന്നവര് റെസിപ്പിക്ക് വേണ്ടിയിട്ടല്ല കാണുന്നത്, കൂടുതൽ പേരും കൊതി കൊണ്ട് കാണുന്നവരാ. കാരണം വിദേശത്തൊക്കെ ഇരുന്ന് ഈ വിഭവങ്ങളൊന്നും കിട്ടാതെ അതൊക്കെ ഒന്ന് കഴിക്കാൻ കൊതിച്ചിട്ടായിരിക്കും ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു തമ്നെയിൽ കണ്ടിട്ട് കയറുന്നത്. അപ്പൊ അവരെ കൊതിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ നമ്മുടെ വോയിസ് ഓവർ കൂടെ കൊടുക്കാം. നിങ്ങൾ പലരുടെയും വീഡിയോ കണ്ട പ്ലെയിൻ ആണ്,
ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യം നമുക്ക് ഉറക്കം വരും. അങ്ങനെ ചെയ്യരുത്. ഒന്നെങ്കിൽ നമുക്ക് ആ റെസിപ്പി തമാശയിലൂടെ പറഞ്ഞു കൊടുക്കാം. ഇനി എല്ലാവർക്കും അറിയാവുന്ന ഒരു മീൻകറിയും ചോറും ഇന്ന് ഉണ്ടാക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പഴയ ഒരു കാര്യം ഓർത്തുപോയി എന്ന് പറഞ്ഞാണ്ടല്ലോ, ഈ ആളുകൾ ഈ കഥ കേട്ടുകൊണ്ട് ഈ നിങ്ങൾ ഉണ്ടാക്കുന്ന കറികളെല്ലാം കാണും. ചിലപ്പോൾ അവരുടെ വീട്ടിൽ എന്നും ഉണ്ടാക്കുന്ന മീൻകറിയും സാമ്പാറും തോരനും ആയിരിക്കും. പക്ഷെ അവരുടെ മനസ്സിന് നിങ്ങളുടെ ആ വീട്ടിലെ അടുക്കളയിലെ പാചകം കാണുന്നതിനോടൊപ്പം നിങ്ങളുടെ വർത്താനവും അനുഭവവും കൂടെ കേൾക്കുമ്പോൾ നിങ്ങളോടൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് തോന്നിയിട്ട് അവർ സബ് ചെയ്യും നിങ്ങളുടെ അടുത്ത്. നീ കൂടുതൽ കഥകൾ കേൾക്കാൻ എന്നെ പോലെ തന്നെ ഒരു സ്ത്രീയല്ലേ എന്നൊക്കെ തോന്നിയിട്ട് നമ്മളെ സബ് ചെയ്യും. അതിപ്പോ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നവരാണെങ്കിലും ശരി, ന്യൂസിന്റെ കാര്യങ്ങൾ പറയുന്നവരാണെങ്കിലും ശരി, നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിലും ശരി, കാര്യങ്ങൾ സംസാരിക്കുമ്പം അവരെ മെന്റലി സൈക്കോളജിക്കലി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഞാൻ ആദ്യം ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യനും സസ്പെൻസും ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോയുടെ ആദ്യത്തെ സെക്കൻഡിൽ തന്നെ കാര്യത്തിലേക്ക് കിടക്കുക. 1 മിനിറ്റിൽ താഴെ ആയിരിക്കണം നിങ്ങളുടെ വീഡിയോ. നിങ്ങൾ പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ആളുകളെ പിടിച്ചിരുത്തി മടുപ്പിക്കാതെ 1 മിനിറ്റ് താഴെ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണെന്ന്. ഓരോ സെക്കൻഡിലും മിന്നി മറയണം ഈ വീഡിയോസിന്റെ ഓരോ ക്ലിപ്പും. പ്രത്യേകിച്ച് ഫുഡ് വീഡിയോസ് പെട്ടെന്നാണ് ആൾക്കാർക്ക് മടുപ്പില്ലാതെ കാണാം. അവർക്ക് എന്നും ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് പോലെ അത് പെട്ടെന്ന് തീരുമ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം നമ്മൾ ഏറെ ടൈം എടുത്തുണ്ടാക്കുന്ന, എൻ്റെ വീട്ടിലാണെങ്കിൽ ബിരിയാണിക്ക് ഒരു 3/4 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ചിലരൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 2 മണിക്കൂറൊക്കെ എടുത്തുണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു ബിരിയാണി 1 മിനിറ്റ് കൊണ്ട് തീരുമ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതൊക്കെ ഒരു മനഃശാസ്ത്രമായിട്ടുള്ള കാര്യം. അപ്പം നിങ്ങൾ പെട്ടെന്ന് അത് കാണിക്കുമ്പോൾ ഓരോ മിനിറ്റിൽ ഓരോ ആംഗിളിൽ വെച്ച് നിങ്ങൾ വീഡിയോസ് എടുത്ത് വളരെ കളർഫുള്ളായിട്ട് നിങ്ങളുടെ സംസാരത്തിന്റെ അകമ്പടിയോടുകൂടി ഇത് കാണിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളോട് ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ ഈ പഴയ ദൂരദർശനിലെ പോലെ ഇന്ന് ഞാനിവിടെ അത് അങ്ങ് കൊണ്ട് ക്യാമറ വെച്ചേക്കുവാണേ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും അയ്യോ വേണ്ട ചേച്ചി ഉണ്ടാക്കണ്ട, പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറയാൻ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരില്ല. നമ്മുടെ എനർജി അവരിലേക്ക് കൊടുക്കണം. എല്ലാവരും അടുത്ത് ചാരി കിടന്നൊക്കെ കാണുന്ന വീഡിയോ ആയിരിക്കും. പക്ഷെ നമ്മൾ എനർജിയോടെ ജിൽ നിൽക്കുമ്പോൾ അവർക്ക് സന്തോഷമാവും. നിങ്ങൾ എഡിറ്റിങ്ങിലൂടെ തന്നെ നിങ്ങളുടെ ഭക്ഷണ സാധനങ്ങളിൽ കളറൊക്കെ കൂട്ടി കൊടുക്കണം. നല്ല കളർഫുൾ ആകുമ്പം എല്ലാവർക്കും ഒരു കൊതിയൊക്കെ വരും കാണാനായിട്ട്. പിന്നെ നിങ്ങളുടെ തംബ്നെയിലുകൾ തംബ്നെയിൽ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി എന്നറിയോ, തംബ്നെയിലുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല നിങ്ങളുടെ ആ ഒരു ഫുഡിന്. അതായത് 5 ലെയർ സാൻഡ്വിച്ചാണ് നിങ്ങളുടെ തംബ്നെയിൽ. ഇത് കണ്ടിട്ടാണ് ആള് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് തംബ്നെയിലൊക്കെ ഉണ്ടാക്കുന്ന വളരെ സിമ്പിൾ കാര്യത്തിൽ നിങ്ങൾ പോയി നേരെ സമീപിച്ചിട്ട് അടിപൊളി തംബ്നെയിൽ, ഈ അടിപൊളി തംബ്നെയിൽ ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. എന്നറിയോ, ഫുഡ് വീഡിയോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള ആ പ്രോഡക്റ്റ് തന്നെ കാണാനാണ് ഇഷ്ടം. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു ഈ പിന്നെ ഷോർട്സിന് വേണ്ടിയിട്ട് ഒരു ഈ യൂട്യൂബ് ചാനലിന്റെ കാര്യം പറയാൻ വേണ്ടി ഒരു തംബ്നെയിൽ ഉണ്ടാക്കുന്നതും ആ തംബ്നെയിലും നിങ്ങൾ കാണുന്ന വീഡിയോ ആയിട്ട് ബന്ധമില്ലേ? ബന്ധമല്ല, ഐ മീൻ അതിൽ കാണുന്ന ഫോട്ടോയിലല്ല കാണുന്നതല്ല, അതുപോലല്ല ഞാൻ ഇരിക്കുന്നതെന്നൊന്നും നിങ്ങൾക്ക് പരാതി കാണത്തില്ല. കാരണം നിങ്ങൾ ഇതിലെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്ന ആളാ അല്ലെ. പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ അല്ല. ഒരു അടിപൊളി 5 ലെയർ സാൻഡ്വിച്ച് കണ്ടിട്ട് കാണാൻ വേണ്ടി വന്ന് നിങ്ങളുടെ മുമ്പിൽ 2 ബ്രെഡും വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് പച്ചക്കറിയും വെച്ച് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നിരാശ വരും. ഓക്കെ, നമ്മളൊരു ഹോട്ടലിന്റെ പുറത്തെ ബോർഡ് കണ്ടിട്ട് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒന്നും ഇല്ലെന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വിശപ്പോട് കൂടി കൊതിയോടുകൂടി കയറിയിട്ട് അതിനകത്ത് ഇല്ലെന്ന് അത്രയും നിരാശ. അപ്പം ഫുഡ് വീഡിയോസ് ഫുഡ് ബ്ലോഗ്സ് ഒക്കെ ചെയ്യുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ നിങ്ങൾ തംബ്നെയിൽ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും തംബ്നെയിൽ അതേപോലെ എടുത്ത് വെക്കാതിരിക്കുക. കഴിവതും ജെനുവിൻ ആയിട്ട് ആക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത അത്രയും കളറെങ്കിലും നിങ്ങളുടെ ഫുഡിന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ പെയിലായിട്ടിരിക്കുന്ന കളറിലുള്ള ഫുഡും തംബ്നെയിലിലെ ഫുഡ് ഭയങ്കര രസമുള്ള ക്വാളിറ്റിയുള്ള ഫുഡും അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അവരെ നമ്മൾ ഒരിക്കലും സബ് ചെയ്യല, ഒരു വിശ്വാസവഞ്ചന പോലെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ തംബ്നെയിൽ നന്നായിട്ടേക്ക് തംബ്നെയിലിൽ തന്നെ സസ്പെൻസ് കൊണ്ടുവരാം. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇതൊരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ അവിടെ ഒരു തംബ്നെയിൽ ഇടാം, നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് കയറി പോകാത്തതിന്റെ കാരണം ഇതാണ് എന്ന് പറയുമ്പം ഓക്കെ. പക്ഷെ അതിനകത്തോട്ട് കയറുമ്പോൾ ഈ കാര്യങ്ങൾ മൊത്തം കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് പറയണം. അല്ലാതെ നിങ്ങൾ കണ്ടാൽ ഞെട്ടു എന്ന് പറഞ്ഞിട്ട് അകത്ത് ഇതിന്റെ ഞെട്ടലൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവർ നമ്മളെ സബ് ചെയ്യല. പക്ഷെ ഞാനൊരു 10 കാര്യങ്ങൾ പറഞ്ഞിട്ടാ ഇരിക്കുന്നെങ്കിൽ അവർ പറയാം ഈ ചേച്ചി ഷോർട്ട് വീഡിയോ കയറി പോകാത്തതിന്റെ 10 റീസൺ പറഞ്ഞു തന്നു, എനിക്ക് ചേച്ചിയെ ഭയങ്കര വിശ്വാസം, നമ്മൾ സബ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ നമ്മൾ വീണ്ടും ഞാൻ പറയാണ്, ക്വസ്റ്റ്യനും സസ്പെൻസും ക്രിയേറ്റ് ചെയ്യുക. വോയിസ് ഓവർ ഒക്കെ വെച്ച് കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ അനുഭവ കഥകളൊക്കെ പറഞ്ഞ് അവരെ പിടിച്ചിരുത്തുക. 1 മിനിറ്റിൽ ഞാൻ അടിവരയിട്ട് പറയാ, തുടക്കക്കാരാണ് 1 മിനിറ്റിൽ കൂടുതൽ പോകാതിരിക്കുക കഴിവതും.
ഓക്കെ, നമ്മൾ ആൾക്കാർ കണ്ട് കമന്റ് ബോക്സിലൊക്കെ വന്ന് നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ അങ്ങനെ അവരിൽ ഒരാളായി കഴിഞ്ഞിട്ട് നിങ്ങൾ 2 മിനിറ്റ് 3 മിനിറ്റ് വീഡിയോയിലൊക്കെ പൊക്കോ, കുഴപ്പമില്ല. പിന്നെ തമാശ വീഡിയോയും റീൽസും ഒക്കെ ചെയ്യുന്ന ചില ഫാമിലി ഉണ്ട്. അവർക്ക് പിന്നെ ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുടെ ആവശ്യമില്ല. പക്ഷെ അവർക്ക് വേണം തംബ്നെയിൽ ഇടാൻ കേട്ടോ. പറ്റിപ്പോയ അമളി കണ്ടോ, അല്ല ഇതെന്ത് സാധനം എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കൊരു അപ്പൊ ആൾക്കാർക്ക് ഇവരുടെ റീൽസ് കാണാനൊക്കെ ഒരു ഇഷ്ടം തോന്നും. കാരണം എല്ലാ റീൽസിന്റെ അവസാനം ഒരു തമാശയുള്ള ഒരു സസ്പെൻസോ ട്വിസ്റ്റോ ഉണ്ട്. അപ്പൊ ഞാൻ അവരെ ഇതിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരുന്നില്ല. കാരണം അവരുടെ വീഡിയോസിലെ ആ ഒരു തമാശ കണ്ടിട്ടാണ് പിന്നെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷേ എഡ്യൂക്കേഷൻ വീഡിയോസ്, ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവർ വന്നിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ സോറി സോറി എന്ന് പറയാതെ തന്നെ നമുക്ക് വേറെ കുറെ വാക്കുകൾ പറയാമെന്ന്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയുടെ ഒരു ഇഷ്ടം തോന്നി. ആ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറിനോട് ഒരു ഇഷ്ടം തോന്നി. അയാൾ 1 മിനിറ്റ് താഴെ ഒരു സോറിക്ക് പകരം നമുക്ക് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഇല്ലെങ്കിൽ നമ്മളോട് ഒരാൾ വിശേഷം ചോദിക്കുക, ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും ഐ എം ഫൈൻ എന്നല്ല പറയുന്നത്. അപ്പൊ അതിന് പകരം പറയാൻ കുറച്ചുകൂടെ സ്റ്റൈലിഷ് വാക്കുകളൊക്കെ പുള്ളി പറഞ്ഞു തരുമ്പോൾ നമുക്ക് ആ വ്യക്തി ഇനി ഈ വീഡിയോ കാണാം, 1 മിനിറ്റ് താഴെ ഉള്ളൂ, 10 വാക്കും പഠിക്കാമല്ലോ എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുവരെ അല്ലേ. അപ്പൊ നമ്മളെ കൊണ്ട് ആളുകൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലോ യൂസ്ഫുൾ ഉപകാരമില്ലെങ്കിൽ ആരും നമ്മളെ സബ് ചെയ്യല്ല. കാരണം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് 80% നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ബുദ്ധിയും കൂടെ യൂസ് ചെയ്താലേ പറ്റുള്ളൂ. ഇരുന്ന് എന്റെ ചാനൽ കയറി പോകുന്നില്ല, എന്റെ ചാനൽ, നിങ്ങൾക്ക് ലൈറ്റ്, ട്രൈപോഡ്, മൈക്ക് ഒക്കെ വേണം. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ ആണെങ്കിലും എഡ്യൂക്കേഷണൽ ചാനലാണെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്യാവുള്ളൂ. ഇതൊക്കെ വേണം. ചിലർ പറയും ചാനലൊന്ന് കയറി പോയിട്ട് ഇതെല്ലാം മേടിക്കാമെന്ന്. ചാനൽ എങ്ങനെ കയറി പോകും? നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ, ആ വീഡിയോക്ക് നല്ല സൗണ്ടും ഇല്ല, ലൈറ്റും ഇല്ല, വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ലെങ്കിൽ ആരും നമ്മളെ സബ് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ ഇതെല്ലാം ഉണ്ടോന്നൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ചാനലിലെ ഇപ്പൊ തന്നെ പോയിട്ട് നിങ്ങൾ മര്യാദയ്ക്കാണോ തംബ്നെയിൽ ഇട്ടേക്കുന്നത്, നിങ്ങളുടെ ഈ സസ്പെൻസോ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും തേങ്ങാക്കോല അതിനകത്തോ നിങ്ങൾ ഇട്ടിട്ടുണ്ടോ എന്ന് ശരിക്കൊന്ന് ചിന്തിച്ചിട്ട് നല്ല പോലെ സ്ക്രിപ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് വീഡിയോ ചെയ്യുക. ഒരു ലഞ്ച് ബോക്സ് വീഡിയോ ആണേലും നല്ല പോലെ ചെയ്യുക. അത് ചെയ്യുന്നത് ആൾക്കാർക്ക് കൊതി ഉണ്ടാവണം, പിന്നെയും കാണാൻ തോന്നണം. ഒരു എഡിറ്റിംഗ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. 299 രൂപ നിങ്ങൾ പേ ചെയ്താൽ നിങ്ങൾക്ക് 30ഓളം ക്ലാസ് കിട്ടും. ഇതില് ബേസിക് ആയിട്ട് ഒരാൾക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ട എഡിറ്റിംഗ് ക്ലാസ്, നിങ്ങൾ എങ്ങനെയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടത്, യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റിംഗ്സ്, ഇത്രയും കാര്യങ്ങളും മെയിൻ ആയിട്ടും വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വെള്ളി, ശനി, ഞായർ ദിവസം ചോദിക്കാൻ ഒരു അവസരം കൂടെ ഉണ്ട്. അപ്പൊ എന്റെ വാട്സപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത ഉടനെ നിങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്യും. എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് അവിടെ പറയും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.